അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് 2 മാസമായി നാം ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റമളാൻ ഒന്ന് എത്തിച്ചു തരണേ അല്ലാഹ്. കാരണം എന്തുകൊണ്ടാണ് ഈ 2 മാസം നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? റമളാൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്താണ്. കാരണം ഒരു അമ്പിയാക്കൾക്കും അള്ളാഹു നൽകാത്ത നിഅമത്താണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന് ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയ ഒരു നിഅമത്ത് പരിശുദ്ധ റമളാൻ നമ്മളെ കടന്നു വരികയാണ്. അതിന്റെ ശ്രേഷ്ഠതയും ഫളീലത്ത് അറിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ വർഷം മുഴുവനും റമളാനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാഹ് നാളെ പരിശുദ്ധ റമളാൻ ആദ്യത്തെ രാത്രി പിറ കണ്ടാൽ നാളെ ആദ്യത്തെ രാത്രിയാണ്. ആദ്യ രാത്രി തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷത്തിന്റെ മുഴുവനും പുണ്യവും സ്വായത്തമാക്കാൻ തീർച്ചയായും ഇത് നാം അറിഞ്ഞിരിക്കണം. കാരണം നാളത്തെ ദിവസം നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് ഒരു വലിയ നഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ കഴിവിന്റെ പരമാവധി നമ്മുടെ കുടുംബം, ഫാമിലിയൊക്കെ എത്തിച്ചു കൊടുക്കണം. കാരണം എന്തേ, ഇതെല്ലാവരും നാളത്തെ ദിവസം നഷ്ടമായാൽ അത് നമുക്ക് വലിയ നഷ്ടം തന്നെയാണ്. നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 8 കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അത് നാളെ തന്നെ ശ്രദ്ധിക്കണം. മറ്റന്നാൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. അതുകൊണ്ട് നാളെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പരിശുദ്ധ റമളാന്റെ ഈ മാസത്തിന്റെ മുഴുവനും പുണ്യവും അതിന്റെ മുഴുവനും ബർക്കത്തും നമുക്ക് സ്വായത്തമാക്കാൻ തീർച്ചയായും ഉതകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാന്റെ പിറ കണ്ടു എന്നുള്ള ഒരു വാർത്ത നമുക്ക് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഫോൺ വിളിച്ചിങ്ങനെ പറയുന്നു, ഇതാ മാസപ്പിറവി കണ്ടിരിക്കുന്നു, കാത് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ നാം കണ്ടാൽ തീർച്ചയായും ഈ വീഡിയോ കാണുന്നവരോട് പറയുന്നത്, ഇവിടെ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ മറ്റുള്ളവർക്ക് ഇത് എത്താൻ പ്രേരകമാകും. മറ്റുള്ളവർ കണ്ടു പഠിച്ച് എന്തെങ്കിലും ഇതൊരു ഇൽമ സ്വായത്തമാക്കിയാൽ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവർ ആ പുണ്യം നമ്മിലേക്ക് കിട്ടും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ പിറ കണ്ടു എന്ന് ആദ്യം മനസ്സിലായാൽ എൻ്റെ പ്രിയപ്പെട്ടവർ നാം ആദ്യം ചെയ്യേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയണം. അറിയുന്നവർ അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുകല്ലാഹു ഇലാലു റുഷ്ദും വഖൈർ. ആദ്യം പറയേണ്ട ഈ ദുആയാണ്. ഈ പരിശുദ്ധ റമളാന്റെ പുണ്യം നമുക്ക് സ്വായത്തമാക്കാൻ രണ്ടാമത്തെ ദുആന്റെ പ്രിയപ്പെട്ടവർ നാം പറയേണ്ടത് ആമന്തു ബില്ലാഹില്ലദീ ഖലഖക എന്ന് പറയണം. പിന്നെ അൽഹംദുലില്ലാഹ് അല്ലദീ ദഹബ ബിശഅരി ശഅബാൻ വജാഅ ബിശഅർ റമളാൻ എന്ന് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ആദ്യം ഈ ദുആ ചെയ്യണം. ഈ ദുആ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ദുആ കഴിഞ്ഞ ഉടനെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നിയ്യത്താണ്. എന്താ നിയ്യത്ത്? നിയ്യത്ത് വെക്കണം നാം. അതായത് പരിശുദ്ധ റമളാൻ ഈ മുഴുവനും അള്ളാഹു ഈ മാസത്തിന് മുഴുവനും അമൽ ചെയ്യാനുള്ള തൗഫീഖ് നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് നാം നിയ്യത്ത് വെക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് സംഭവിക്കുന്നത്, തീർച്ചയായും ആ നിയ്യത്ത് നാം ഇങ്ങനെ വെക്കലോടുകൂടി ഒരു പക്ഷേ റമളാനിൽ നാം രോഗിയായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് വന്നാൽ തീർച്ചയായും നമ്മുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു ഇതിന്റെ മുഴുവനും പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുകയാണ്. അത് ആദ്യ രാത്രി തന്നെ നിയ്യത്ത് വെക്ക, അല്ലാഹ് എനിക്ക് തൗഫീഖ് നൽകിയാൽ തീർച്ചയായും ഈ മാസത്തിന്റെ മുഴുവനും അമൽ ഞാൻ ചെയ്യുമല്ലാ എന്നൊരു നല്ലൊരു നിയ്യത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം വെക്കണം. പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലുണ്ടല്ലോ പക്ഷികളെപ്പോലെ ചിറകുമായി ഒരു വിഭാഗം വരും. വളരെ സന്തോഷത്തിനും ആഹ്ലാദത്തിനും അവർ കഴിയും. ഇത് കഴിയുമ്പോൾ സ്വർഗത്തിനെ കാക്കുന്ന മലക്കുകൾ ചോദിക്കും അവരോട്, നിങ്ങളാരാണ്? ആ മലക്കുകൾ അവരോട് ചോദിക്കും, ഹൽ റഅയ്തുമുൽ ഹിസാബ്, നിങ്ങൾ എന്തേ ഹിസാബ് കണ്ടില്ലേ? വറഅയ്തുമുസ് സിറാത്ത്, നിങ്ങൾ എന്തേ സിറാത്ത് പാലൊന്നും കണ്ടില്ലേ? നിങ്ങൾ എങ്ങനെ പറന്നുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് വളരെ രഹസ്യമായി നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തി എന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഹിസാബ് കണ്ടില്ല, അതുപോലെ നാം സിറാത്ത് കണ്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഹിസാബില്ലാതെ സിറാത്ത് പാലമില്ലാതെ സ്വർഗത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. നോക്കൂ, സിറാത്ത് പാലം അതുപോലെ ഹിസാബൊക്കെ കഴിഞ്ഞാണ് നാം സ്വർഗത്തിലേക്ക് എത്തുകയാണെങ്കിൽ
വളരെ ദുഃഖമാണ്. കാരണം അല്ലാഹു നിന്റെ ആയുസ് നീ എന്തിന് ചെലവഴിച്ചു, നിന്റെ സമ്പത്ത് നീ എന്ത് ചെയ്ത് ചെലവഴിച്ചു, നിന്റെ എൽമ നീ, ഇങ്ങനെ ഓരോന്ന് അല്ലാഹു ചോദിച്ചാൽ തീർച്ചയായും നമ്മളെ കൊണ്ട് അതിന് കൃത്യമായുള്ള മറുപടി പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല വഴി എന്നുള്ളത്, അതായത് ഹിസാബില്ലാതെ, സിറാത്തില്ലാതെ ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പക്ഷികളെ പോലെ എത്തണം. ആ സമയത്ത് മലക്കുകൾ ചോദിക്കും, നിങ്ങൾ അതൊന്നും കണ്ടില്ലേ? എന്നിട്ട് മലക്കുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വജത്തും ഹാദിഹി ദറജ, നിങ്ങൾ ഇത്ര വലിയ ദറജയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിയത്? അപ്പോൾ ആ പക്ഷികളെ പോലെ പറക്കുന്ന അള്ളാഹുവിന്റെ അടിമകളായ ആ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, അബദനല്ലാഹു സിറ, ഞങ്ങൾ അള്ളാഹുവിന് രഹസ്യമായി, അള്ളാഹു ഫീ ദാരിദ്ദുന്യ, അള്ളാഹുവിന് ദാരിദ്ദുന്യ ദുനിയാവിൽ വെച്ച് ഞാൻ അള്ളാഹുവിന് രഹസ്യമായി അള്ളാഹുവിന് നാം ഇബാദത്ത് ചെയ്തു. അതുകൊണ്ട് അല്ലാഹുൽ ജന്നത സിറം ഫിൽ ആഖിറ, അള്ളാഹു വളരെ രഹസ്യമായി, സിറാത്തും ഹിസാബും ഒന്നുമില്ലാതെ വളരെ രഹസ്യമായി അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മെ അയച്ചു എന്ന് ആ ജനങ്ങൾ പറയും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, വാപ്പ ഉമ്മയും അതുപോലെ കുടുംബ ഭാര്യ മക്കളെ എല്ലാവരെയും അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണ്? ആ സ്വർഗത്തിലേക്ക് പോകുന്നവർ അവർ പറഞ്ഞത്, നാം ഇത്രയും വലിയ ഇത്രയും വലിയ ദറജയിലേക്ക് എത്താൻ അബദനല്ലാഹു സിറ ഫി ദാരിദ്ദുന്യ, അള്ളാഹുവിന്റെ ദുനിയാവില് നാം അള്ളാഹുവിനെ രഹസ്യമായി, ആരും കാണാതെ ആരും അറിയാതെ ഒറ്റക്ക്, അതായത് നാം രഹസ്യമായി ഇബാദത്ത് ചെയ്തത് കൊണ്ട് അള്ളാഹു വളരെ രഹസ്യമായി ആരും അറിയാതെ നമ്മെ സ്വർഗത്തിലേക്ക് എത്തിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഭാര്യയോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ ആരും അറിയാതെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നാം ഇബാദത്ത് ചെയ്യണം. പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, 40 വർഷം നോമ്പ് നോറ്റവരുണ്ട്. ആ നോമ്പ് നോറ്റത് ഭാര്യയ്ക്ക് പോലും അറിഞ്ഞിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാം. അള്ളാഹു അബദ്ന, അത് നോക്ക്, ഇത് നോമ്പ് എന്നുള്ളത് വളരെ രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. കാരണം ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലെന്ന് അറിയില്ലത് അവനിക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് രഹസ്യമായ അമലാണ്. കാരണം അവൻ എവിടെയെങ്കിലും പോയി വെള്ളം കുടിച്ചാലോ മറ്റെന്തെങ്കിലും ചെയ്താലോ, ആരും അറിയാത്ത വെള്ളം കുടിച്ചാൽ ആർക്കും അറിയില്ല, അള്ളാഹുവിനോ അവന് മാത്രമാണ്. അപ്പൊ രഹസ്യമായ അമൽ, ഏറ്റവും വലിയ രഹസ്യമായ അമൽ എന്നുള്ളത് അത് പരിശുദ്ധ റമദാനാണ്. അതുകൊണ്ട് സിറായി, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ എന്നുള്ളത് അത് ഈ നോമ്പാണ് എന്നുള്ളത് അബൂ ഉമാമ പറയുന്നുണ്ട്. അതായത് ഏറ്റവും നല്ല ഒരു അമൽ, സ്വർഗത്തിലേക്ക് എന്നെ എത്തിപ്പിക്കുന്ന അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത അമലിനെ കുറിച്ച്, അതായത് നോമ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. നമുക്കൊക്കെ അറിയാമല്ലോ, മുഹമ്മദ് എന്ന് പറയുന്ന ആളെ കഥകൾ നാം കേട്ടവരാണ്. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഒരു തമ്മാടിയായിരുന്നു, അല്ലെ? വളരെ തമ്മാടിയായി ജീവിച്ച അയാള് മരണപ്പെട്ടപ്പോൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളോട് അള്ളാഹു എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അള്ളാഹു എനിക്ക് എല്ലാം പൊരുത്തു തന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ റമദാനെ ബഹുമാനിച്ചത് കൊണ്ടാണ്. അദ്ദേഹം എത്ര വലിയ തമ്മാടിയാണെങ്കിൽ റമദാന് വന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായാൽ നല്ല വസ്ത്രം അണിഞ്ഞ് സുഗന്ധം പൂശി വളരെ ബഹുമാനത്തോടു കൂടി ആ മാസത്തെ കാണുമായിരുന്നു. വളരെ ബഹുമാനത്തോട് നോമ്പ് നോക്കുകയും നല്ല നിലക്ക് ആ പരിശുദ്ധ റമദാൻ ഉപയോഗിക്കുന്ന ആ ഒറ്റ ഒരു കാരണം കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ സർവ്വ പാപങ്ങൾ പൊറുത്തു. അയാൾ നമസ്കാരം ഖളാ ഉള്ളത് റമദാനെല്ലാം ഖളാ വീട്ടി തീർത്തി എന്ന് ചരിത്രത്തിൽ കാണാം. റമദാനെ ബഹുമാനിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഓരോ ദിവസങ്ങളും അത്ഭുതമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ രണ്ടാമത്തത് നിയ്യത്താണ്. മൂന്നാമത്തതിന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. റമദാൻ മാസത്തിന്റെ ആദ്യ ദിവസം 30 ആയത്താണ്. ഓരോ ആയത്തും ഓരോ ദിവസത്തിന് അത്ഭുതകരമായ പ്രതിഫലം, നേട്ടങ്ങൾ നൽകുന്നതാണ്. അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. സൂറത്തുൽ ഫത്ഹ് റമദാന്റെ ആദ്യ ദിവസം പാരായണം ചെയ്തുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തി അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസമുള്ളവർ, മക്കളെ ദുശ്ശീലം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കൾ നന്നായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഭാര്യ മക്കളെല്ലാം, ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സഫലമായി കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിവസം വളരെ ഗൗരവമുള്ള ദിവസമാണ്. തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമല്ലോ. ആ സമയത്ത് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ഹൽ മിൻ സായിലിൻ, ആരാണ് ഇന്ന് എന്നോട് ചോദിക്കുന്നത്, ഫഊതിഹി സുഅലഹു, അവൻ ചോദിക്കുന്നവന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകും. വഹൽ മിൻ തായിബിൻ, ആരാണ് എന്നോട് തൗബ ചെയ്യുന്നത്, ഫഅതൂബു ഇലൈഹി, ഞാൻ അവന് തൗബ ചെയ്യുന്നതാണ്. വഹൽ മിൻ മുസ്തഗ്ഫിർ ഫഗ്ഫിർ ലഹു, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ പറയുന്നത്, ഫഗ്ഫിർ ലഹു, ഞാൻ അവനിക്ക് പൊരുത്തു കൊടുക്കുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുമ്പോൾ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മിലേക്ക് വരുമ്പോൾ തീർച്ചയായും അള്ളാഹു നമ്മെ സ്വീകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മൂന്നാമതായി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. നാലാമതായി എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പരിശുദ്ധ റമദാൻ ഷഫാത്തായി കിട്ടണം. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് ഷഫാത്തായി കിട്ടണം. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ റമദാൻ ഓടി വരും. റമദാൻ വന്ന് പറയും, അല്ലാഹ് ഇവനെ നരകത്തിലേക്ക് കടത്തല്ലേ അല്ലാഹ്. അപ്പൊ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. അതിന് നാം ചെയ്യേണ്ടത് റമദാന്റെ മുഴുവനും ദിവസങ്ങൾ നാം ചെയ്യേണ്ട ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ജഅൽ ശഹറ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ എന്നുള്ള ദുആ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം എല്ലാ സമയത്തും നാം ദുആ ചെയ്യണം. അല്ലാഹുവേ, ഇതിന് എനിക്ക് അനുകൂലമായി സാക്ഷി നൽകണേ അല്ലാഹ് എന്ന് നാം ദുആ ചെയ്ത് അല്ലാഹു ദുആ സ്വീകരിക്കും. തീർച്ചയായും നാളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ നരകത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇതാ റമദാൻ വന്ന് നമുക്ക് ശഫാഅത്ത് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ദുആ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാളിൽ 4 കാര്യം സമ്മേളിച്ചാൽ തീർച്ചയായും അവനിക്ക് നരകം ഹറാമാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ 4 കാര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒന്നാമത് അടിത്തറ നന്നായിരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് തൗബയാണ്. മൂന്നാമത് പറഞ്ഞത് വല്ലാത്ത ആഗ്രഹം. നാലാമത് പറഞ്ഞത് വല്ലാത്ത ഭയം. ഈ 4 കാര്യം ആരിൽ സമ്മേളിക്കുന്നുണ്ടോ അവനിക്ക് നരകം ഹറാമാണ്. ഒന്നാമതിന്റെ പ്രിയപ്പെട്ടവരെ, അടിത്തറ എന്ന് പറഞ്ഞാൽ അടിയുറച്ച വിശ്വാസം. എല്ലാത്തിനും അടിത്തറ നിർബന്ധമാണ്. ഒരു വീടിന് അടിത്തറ വേണം. ആ അടിത്തറ കൃത്യത അല്ലെങ്കിൽ ആ വീട് നിലനിൽക്കുകയില്ല. അപ്പോൾ ദീനിയായ കാര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടത് അടിത്തറയാണ്. അടിത്തറ എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അല്ലാഹുവേ, നീ അല്ലാതെ മറ്റാരുമില്ല റബ്ബേ, നീ ഏകനാണ് റഹ്മാനെ, നീ സർവശക്തനാണ് റഹ്മാനെ എന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 തൗബയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹ് ഞാൻ പാപിയാണ് റബ്ബേ, ഞാൻ ദോഷിയാണ് റഹ്മാനെ, എൻ്റെ എല്ലാ പാപങ്ങളും നീ പൊറുത്തു തരണേ അല്ലാഹ് എന്നുള്ള തൗബ. 3 വല്ലാത്ത ആഗ്രഹം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ, അതിന് ഞാൻ അർഹനല്ല അല്ലാഹ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അദീം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞത്, വെള്ളിയാഴ്ചകളിൽ ഈ ദിക്ർ 10 പ്രാവശ്യമെങ്കിൽ പറയണം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല, അല്ലാഹുവേ ഫിർദൗസിൽ ഞാൻ അർഹനല്ല റഹ്മാനെ, വലാ ഖുവാ അലാ നാരിൽ ജഹീമി, അല്ലാഹ് നരകം സഹിക്കാൻ എനിക്ക് കഴിയില്ല റഹ്മാനെ, എന്റെ പാവങ്ങൾ പുറത്ത് എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ അല്ലാഹ്. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹ് എനിക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, ഞാൻ അർഹനല്ല റബ്ബേ. അതിനുള്ള വലിയൊരു ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. 4ാമത് തൗബയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാഹ്, അതിന്റെ ചൂട് സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല റഹ്മാനെ എന്നുള്ള ദുആ. അപ്പൊ 1 അടിത്തറ ഇതാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. 2 തൗബ, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇതെല്ലാ നിസ്കാരങ്ങളുടെ ശേഷം ചുരുങ്ങിയത് 3 തവണ ധാരാളം പറയണം. ചുരുങ്ങിയത് 3 തവണ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. എന്ന് വെച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇത് 5ാമത്തെ കാര്യം. 6ാമതായി എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടത്, നാം 6ാമതായി ശ്രദ്ധിക്കേണ്ടത്, റമദാന്റെ പിര കണ്ടു എന്ന് നമുക്ക് മനസ്സിലായാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോൾ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് 3 പ്രാവശ്യം നീ ചൊല്ലിയാൽ അല്ലാഹു നിന്റെ മുന്നിൽ വന്നു നിൽക്കും.
അള്ളാഹു നിന്റെ മുന്നിൽ വന്ന് നിൽക്കും. അള്ളാഹു നിന്റെ മുന്നിൽ വന്ന് നിന്ന് നീ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നിന്റെ ഏത് ചോദ്യവും അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ പിറ കണ്ടാൽ ആദ്യം നാം ഇത് പറയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏഴാമത്തെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിയ്യത്ത്. ഇതേത് നിയ്യത്താണ്? അതായത് പരിശുദ്ധ റമളാന്റെ നോമ്പിനുണ്ടല്ലോ, എല്ലാ ദിവസം രാത്രി തന്നെ നിയ്യത്ത് വെക്കണം. സുബഹി ബാങ്കിന്റെ മുമ്പായി നിയ്യത്ത് വെക്കണം. അത് വെച്ചില്ല എങ്കിൽ, സുബഹി ബാങ്കിന്റെ ശേഷമാണ് നീ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ നിന്റെ നോമ്പ് ബാത്തിലാണ്, നിന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെങ്കിലും അത് മറന്നു പോയാലോ അന്നത്തെ നോമ്പ് പോയി. മാത്രമല്ല, അന്ന് പകൽ വരെ രാത്രി വരെ നോമ്പുകാരനെ പോലെ ഇരിക്കണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ പ്രതിഫലം കിട്ടൂല. അതിനെന്ത് ചെയ്യണറിയോ? നാളെ ഇൻഷാ അല്ലാഹ് പിറ കണ്ടു എന്ന് മനസ്സിലായാൽ അല്ലാഹുവേ ഈ മാസത്തിന്റെ മുഴുവൻ നോമ്പ് ഞാൻ അല്ലാഹു തആലയെ കൊണ്ട് നോക്കുന്നു എന്ന് നല്ലൊരു നിയ്യത്ത് നാം വെക്കണം. എപ്പോഴെങ്കിലും നമുക്ക് നിയ്യത്ത് മറന്നു പോയാൽ അത് മതിയാകുമെന്ന് മാലിക് മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് അത് അന്ന് തക്ലീദ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണ്. എട്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടത് നാളത്തെ തറാവിഹ് ഗൗരവമുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ പിറ കണ്ടാൽ നാളത്തെ ആദ്യത്തെ തറാവിഹ് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ യഖ്റുജുൽ മുഅ്മിനു മിൻ ദംബിഹി, ആദ്യത്തെ തറാവി ഒരാൾ നിസ്കരിക്കാൻ ഒരു തൗഫീക്ക് കിട്ടിയാൽ കയൗമി വലത്തുഹു ഉമ്മുഹു, അതായത് ഉമ്മ പ്രസവിച്ച മകനെ പോലെയാണ്. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് ഒരു ദോഷവും ഉണ്ടാവുകയില്ല. ദോഷമുക്തനാകുന്നത് പോലെ നാളത്തെ തറാവിഹ് നമസ്കരിച്ച് 8 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്. ശ്രദ്ധിക്കണം, 20 റക്അത്താണ് തറാവി. 20 റക്അത്ത് തറാവി നമസ്കരിച്ച് സലാം വീട്ടുമ്പോൾ നിന്റെ സർവ്വ പാപങ്ങളെല്ലാം നിനക്ക് പൊരുത്തു തരുന്നുണ്ട്. നീ ഒരു ഉമ്മ പ്രസവിച്ച ഒരു മകനെ പോലെയാണ്. ഒരു പാവവും ഇല്ലാത്തവനായി നിന്റെ വീട്ടിലേക്ക് നിനക്ക് മടങ്ങാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ഇത്ര കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ചുരുങ്ങിയത് ഇത്ര ശ്രദ്ധിക്കണം. കാരണം നാളെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റന്നാൾക്ക് നീട്ടിവെച്ചാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന സിയാമ, നിശ്ചയം നോമ്പുകാരനുണ്ടല്ലോ, നൗമുഹു, അവന്റെ വറക്ക് എന്നുള്ളത് ഇബാദത്താണ്. അവന് ഉറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്നു. അതുപോലെ അവന്റെ ശ്വാസമുണ്ടല്ലോ തസ്ബീഹുൻ, അത് തസ്ബീഹാണ്. അതുപോലെ അവന്റെ ഓരോന്നിനും അവന്റെ ദുആ മുസ്തജാബുൻ, അത് ഇജാബത്തുള്ളതാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അമലുകൾ ഉണ്ടല്ലോ, അത് മുദാഫൻ, ഇരട്ടിക്കപ്പെട്ട് കൂലി നൽകപ്പെടുന്നതാണ്. റയ്യാൻ എന്ന കവാടം നാളെ സ്വർഗത്തിലുണ്ട്. നാളെ പരലോകത്ത് അല്ലാഹു റയ്യാൻ എന്ന കവാടമുണ്ട്. അതിലാർക്കും പ്രവേശമില്ല. നോമ്പ് നോക്കിയവർക്ക് മാത്രം പ്രവേശിക്കാനുള്ളതാണ് റയ്യാൻ എന്ന കവാടം. അള്ളാഹുവിന് തൗഫീക്ക് നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ റമളാൻ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് നിയ്യത്ത് ചെയ്യണം. അള്ളാഹുവേ, ഞാൻ എല്ലാ അമലുകളും ഞാൻ നോക്കും റഹ്മാനെ, അതിനുള്ള തൗഫീക്കും അതിനുള്ള വേണ്ടുക നീ നൽകണേ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ മാസത്തിന് മുഴുവനും പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിവിന്റെ പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായും അവർ അമൽ ചെയ്താൽ അതിന്റെ സവാബും പുണ്യവും നമുക്കും നേടാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.